Good morning, all. Good morning, ma'am. Good morning. Good Prayer morning, പറഞ്ഞോ ma'am. കേട്ടോ. Prayer പറഞ്ഞോ. Prayer. Let us pray. Heavenly Father, bless us today and Miss Ashwati ma'am and my dear friends. Bless our family, bless our friends. Today, please give all the blessings to make this day very beautiful and give us the strength to overcome all the struggles. Thank you. Signing and thought of the day. If nobody is there, I will do, ma'am. The happiness of your life depends upon the quality of your thoughts. If you cannot do great things, do small things in a great way. Thank you. ഓക്കെ, എന്ത് പറ്റി ആർട്ട് സൈനിനും അതേപോലത്തെ ആക്ഷൻ സോങ് ഒന്നും പറയാത്തത്? നെക്സ്റ്റ് ക്ലാസ് മുതൽ എല്ലാവരും മാറി മാറി സൈനിനും തോട്ട് ഓഫ് ദ ഡേയും സൈൻ ഔട്ടും പറയണം. കാരണം നിങ്ങളുടെ ബാച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ബാച്ച് ഇപ്പോഴത്തെ ന്യൂ ബാച്ച് ആണ് നിങ്ങൾ. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഓൾഡ് ബാച്ച് ആയാൽ പോലും അവരൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന രീതി അത് നമ്മള് എന്താ പറയാ നല്ല എൻജോയ് ചെയ്ത് ആ സൈനിൻ നല്ല പ്ലാനോട് കൂടി ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അന്ന് മോർണിംഗ് തന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടോ? വാട്സപ്പ് ഗ്രൂപ്പോ ഉണ്ടോ? ഇല്ല. ഗ്രൂപ്പ് ഉണ്ട്. ആരാണ് സൈനിൻ പറയുന്നത്, ആരാണ് പ്രെയർ, ആരാണ് തോട്ട് ഓഫ് ദ ഡേ. അപ്പൊ ഓരോ ദിവസം എല്ലാവരും മാറി മാറി ചെയ്യാം. അപ്പൊ അന്നത്തെ കോർഡിനേറ്റർ ഒരു ദിവസം ഒരാൾ ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ആരാണ് അനിതയാണ് അല്ലെങ്കിൽ അഞ്ജനയാണെന്ന് വിചാരിക്കും ഇന്നത്തെ കോർഡിനേറ്റർ. അപ്പൊ അഞ്ജന പറയും അനിത സൈനിങ് അല്ലെങ്കിൽ അനിത പ്രെയർ, ശരണ്യ സൈനിങ്, ദിവ്യ സൈൻ ഔട്ട് ആൻഡ് തോട്ട് ഓഫ് ദ ഡേ ഇപ്പോ ലിൻഷി ആണെന്നോ ഉള്ള കാര്യം നമ്മളോട് എവിടെ പറയും? ക്ലാസ്സിൽ പറയും. മനസ്സിലായോ? എന്ന് വെച്ചാല് നമ്മള് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പ്ലാൻ വേണം. നിങ്ങളുടെ ഡ്യൂട്ടിയാണ് പ്രെയർ, സൈനിങ്, തോട്ട് ഓഫ് ദ ഡേ ആൻഡ് സൈൻ ഔട്ട്. ഓക്കെ, അത് നമ്മൾ കമ്പൽസറി ആയിട്ട് എല്ലാ ക്ലാസ്സുകളിലും ചെയ്യണം. എന്റെ പേരെന്തുവാ? അപർണ. ഓക്കെ. ആക്ച്വലി ഇന്ന് ടൈം ടേബിൾ അനുസരിച്ച് അശ്വതി മിസ് അല്ല, അപ്പൊ ഞങ്ങള് അശ്വതി മിസ്സിനെയാണ് എക്സ്പെക്ട് ചെയ്തത് ആക്ച്വലി, അല്ലേ? ആണോ? നാളെയല്ലേ അശ്വതി മിസ്? അത് ടൈം ടേബിൾ അനുസരിച്ച് അങ്ങനെയാണ്. ഇന്ന് എന്റെ ടൈം ടേബിൾ അല്ലേ? ടൈം ടേബിൾ തന്നേക്കുന്നത് തെറ്റാന്ന് തോന്നുന്നു മിസ്. വ്യാഴാഴ്ച ടൈം ടേബിൾ ഇട്ടേക്കണ അശ്വതി മാം. 1 മിനിറ്റ്, ഞങ്ങൾ ടൈം ടേബിൾ എന്തെങ്കിലും ഉണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് 1 മിനിറ്റ്. അല്ലെങ്കിലും അധികം ക്ലാസ് തെറ്റിയിട്ടല്ലേ നമുക്ക് വരുന്നല്ലേ? അതെ, നമുക്ക് തന്നതിനനുസരിച്ച് അശ്വതി മിസ് അല്ലേ ഇന്ന്? എല്ലാ വ്യാഴാഴ്ചയും അപർണ മാം തന്നെ നമുക്ക് ക്ലാസ് എടുക്കുന്നത്. ടൈം ടേബിൾ അത് ഫസ്റ്റ് നമുക്ക് മിസ്റ്റേക്ക് ആയിട്ട് തന്നോളല്ല, വ്യാഴാഴ്ച അപർണ മാം തന്നെ എടുക്കാറ്. വ്യാഴാഴ്ച അപർണ മാമാണ് പറഞ്ഞത്. സ്ഥിരം അങ്ങനെയാണ്. അതെ, നമ്മളെ സൈക്കോളജി ടീച്ചറെ പേരെന്തേനു? മിസ്റ്റേക്ക് ആതിര.
വീക്സില് ആതിര മിസ് പറഞ്ഞില്ല എല്ലാ ബുധനാഴ്ചയും ആ മിസ്സിന്റെ ക്ലാസ് തന്നെയായിരിക്കും. എല്ലാ വീക്സിലും 2 ഡേയ്സ് അശ്വതി മാമിന്റെ ക്ലാസ് ഉണ്ട്. ക്ലാസ് റൂമില് ടൈം ടേബിൾ തന്നതില് ഓക്കെ ചൊവ്വാഴ്ചയും ഞാൻ വെള്ളിയാഴ്ചയും ടൈം ടേബിൾ ചെക്ക് ചെയ്തു. ഇന്ന് എന്റെ ടൈം ടേബിൾ തന്നെയാ. അത് മാം ഞങ്ങൾക്ക് തന്നേക്കണതിലേ വ്യാഴാഴ്ച അശ്വതി മാമാണ്, വെള്ളിയാഴ്ച ക്ലാസ് റൂമില് ടൈം ടേബിൾ ഇട്ടിട്ടുണ്ടായിരുന്നു ആദ്യം. ഇതില് ഓക്കെ, നീ ക്ലാസ് റൂമിൽ ഒന്നും കൂടെ അപ്ലോഡ് ചെയ്യാൻ പറയാട്ടാ. ഓക്കെ മാം, താങ്ക് യു. അതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതാ കുഴപ്പമില്ല. ജസ്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് എന്റെ പേര് അറിയാത്തതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത്, അതുകൊണ്ടാണ് ആ കൺഫ്യൂഷൻ വന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞപ്പോ കൺഫേം ചെയ്ത് പറഞ്ഞപ്പോ എനിക്കൊരു ഡൗട്ടും വന്നു, ഞാനല്ലേ എന്നൊരു ഡൗട്ടും കൂടി വന്നു. അതുകൊണ്ടാണ് ഞാൻ പോയി ഒന്ന് ചെക്ക് ചെയ്തത്. ഓക്കെ, നോ പ്രോബ്ലം. എന്റെ ക്ലാസ് തന്നെയാണ്. ഓക്കെ മാം, വെൽക്കം ടു ദ ക്ലാസ് മാം. നമ്മള് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്റർ കോമൺ ചൈൽഡ് ഡിസീസ് ആയിരുന്നു അല്ലെ? ടൈഫോയിഡിനെ കുറിച്ച് നിങ്ങൾ നോക്കിയോ? ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ ടൈഫോയിഡ് വരെ പറഞ്ഞു നിർത്തിയെന്നാണ് എന്റെ ഒരു ഓർമ്മ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മീസിൽസ് ആണ്. മീസിൽസ് എന്ന് പറയുന്ന അസുഖത്തെ കുറിച്ചിട്ടാണ്. എന്താ മീസിൽസ്? മലയാളത്തിൽ നമുക്ക് അറിയാൻ പറ്റും. അഞ്ചാം പനി. ഈ മീസിൽസ് എന്ന് പറയുന്ന അസുഖം ഏറ്റവും കൂടുതൽ കാണുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് അഞ്ചാം പനി അല്ലെ? കുഞ്ഞു കുട്ടികളുടെ മേത്ത് റെഡ് കളറുള്ള അല്ലെങ്കിൽ ഒരു റെഡ് കളറുള്ള ഡോട്ട്സ്, നമ്മള് ഈ ഒരു ഫീവറിന്റെ ഒപ്പം തന്നെ റെഡ് കളറുള്ള ഡോട്ട്സ്, ഇപ്പൊ ഞാൻ ഈ ഇമേജിൽ കാണിക്കുന്ന പോലെ ഈ ഒരു ഫീവറിന്റെ ഒപ്പം തന്നെ എന്തുണ്ടാവും? റെഡ് കളറുള്ള ഡോട്ട്സും കൂടി ഉണ്ടാവും. എനിക്കൊക്കെ ചെറുതിലും ഒരു 2-3 തവണ വന്നിട്ടുണ്ട് മിസ്. ഇത് ഈ അസുഖം അല്ലെ? ഒരിക്കൽ കമ്പിളി വെക്കാൻ വന്നില്ലേനു ഒരാള്. അപ്പൊ 5ആം പനിയാന്ന് കേട്ടപ്പോ അയാള് ഒരൊറ്റ ഓട്ടം ഓടീന് പേടിച്ചിട്ട് ആ സമയത്ത്. ചിലർക്ക് ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ മീസിൽസിന് നമുക്ക് ഇന്ന് വാക്സിൻസ് അവൈലബിൾ ആണ്. മീസിൽസിന് മെയിൻ ആയിട്ട് 2 വാക്സിൻസ് ആണ് വരുന്നത്. ഒന്ന് MR, ഒന്ന് MMR. MR നമ്മൾ 9ാം മാസത്തിൽ കൊടുക്കും. MMR നമ്മള് എനിക്ക് തോന്നുന്നു 18 മന്ത്സിനുള്ളിൽ കൊടുക്കണം. MMR 1.25 വയസ്സ് മുതൽ 1.5 വയസ്സാണ് MMR കൊടുക്കുന്ന ടൈം പീരീഡ്. 50 to 80 months. 50 to 80 months നമ്മൾ MMR വാക്സിൻ കൊടുക്കണം. MR വാക്സിൻസിൽ നമ്മള് മീസിൽസ് റുബല്ല ആണെങ്കിൽ MMRല് മീസിൽസ് മംസ് റുബല്ല, അങ്ങനെയാണ് 2 വാക്സിൻസ് ആണ് മീസിൽസിനെതിരെ എടുക്കുന്നത്. വൈറസ് ഏതാണ്? മീസിൽസ് തന്നെയാണ് വൈറസിന്റെ പേര് കേട്ടോ. ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞു കഴിഞ്ഞാല്, മീസിൽസ് എന്ന് പറയുന്ന ഒരു അസുഖം വന്നു കഴിഞ്ഞാല് മേ ബി നമുക്ക് എന്തെങ്കിലും ഡിസബിലിറ്റീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പെർമനന്റ് ഡിസബിലിറ്റീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഈവൻ എക്സ്ട്രീം കേസുകളിലാണ് നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് ഒന്നും കൊടുത്തില്ല, കെയർ ഒന്നും കൊടുത്തില്ലെങ്കിൽ മേ ബി ഈവൻ ഈ ഒരു അസുഖം കാരണം മരണം സംഭവിക്കുന്നുണ്ട്. മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു കാരണവശാലും ഈ മീസിൽസ് എന്ന് പറയുന്ന അസുഖം വരാതിരിക്കാൻ ശ്രമിക്കണം. ഈ സപ്പോസ് നമ്മളുടെ ഏരിയയിൽ മീസിൽസ് എന്ന് പറയുന്ന അസുഖം വന്നെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഫാമിലിയിൽ ആർക്കെങ്കിലും, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് ആർക്കെങ്കിലും മീസിൽസ് എന്ന് പറഞ്ഞ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കേണ്ടത് നമ്മുടെ ഫാമിലിയിലെ എല്ലാ കുട്ടികൾ ഉണ്ടെങ്കിൽ അവർ വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. സാധാരണ സജസ്റ്റ് ചെയ്യാറുണ്ട്, ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യാറുണ്ട് മീസിൽസിന്റെ വാക്സിൻ എടുക്കാനായിട്ട് പറയാറുണ്ട്. സിംറ്റംസ് പറയുകയാണെങ്കിൽ ഫീവർ ആണ്. ഫീവർ നമ്മള് സാധാരണ ഫീവർ ഉണ്ടാവും. അതേപോലെ തന്നെ റെഡ് കളറിൽ ഇത് എന്താ പറയാ, റെഡ് സ്പോട്ടും കാര്യങ്ങളും ഫേസിലും നമ്മുടെ ബോഡി പാർട്സിലൊക്കെ റെഡ് കളറിലെ സ്പോട്ട്സും കാര്യങ്ങളും വരും. വോമിറ്റിംഗ് കോമൺലി കാണുന്നതാണ്. റെഡ് കളറിൽ ചെറിയൊരു റെഡ് കളറിലൊരു റെഡ് ഐസ് പോലെയൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്.
ഇത് മാക്സിമം കുട്ടികളിൽ വരാതിരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. ഈ ഒരു അസുഖം വരാതിരിക്കാൻ നമ്മൾ പ്രിക്കോഷൻസ് എടുക്കാം. ഇത് സ്പ്രെഡ് ചെയ്യുന്നത് കുട്ടികളുടെ കണ്ണുനീരിലൂടെ അല്ലെങ്കിൽ നേരിട്ട് കോണ്ടാക്ട് വരുമ്പോൾ ഒരു കുട്ടിക്ക് അസുഖം ഉണ്ടെങ്കിൽ മറ്റൊരു കുട്ടിക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഇപ്പോ ഈ റെഡ് കളറിലെ സ്പോട്ട് ഞാൻ പറഞ്ഞു, റെഡ് കളറിലെ സ്പോട്ടും കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ നോർമൽ ഫീവർ ആണെന്നല്ലേ വിചാരിക്കുള്ളൂ. പക്ഷെ മേ ബി അത് സ്പ്രെഡ് ചെയ്യാനായിട്ട് കാരണമാവും. ആ കുട്ടിക്ക് ആ ഒരു സിംറ്റം ഇല്ലാത്തതുകൊണ്ട് തന്നെ മീസിൽസ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ആ ഒരു അസുഖം പെട്ടെന്ന് സ്പ്രെഡ് ആകും. ക്ലോസ് കോണ്ടാക്ട് ഉള്ളവർക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഏറ്റവും കൂടുതൽ വരുന്നത് ഇന്ത്യയിലാണ്. നമ്മള് ഈ ഒരു മീസിൽസ് വന്നു കഴിഞ്ഞാൽ അത് മേ ബി ന്യൂമോണിയ ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. ന്യൂമോണിയ ആയിട്ട് മാറും. ന്യൂമോണിയ നമുക്കറിയാം, ന്യൂമോണിയ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞ പോലെ മരണം വരെ സംഭവിക്കുന്നത്. നമ്മൾ പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് ഒന്നും കിട്ടിയില്ലെങ്കിൽ മേ ബി ഈവൻ മരണം വരെ സംഭവിക്കാവുന്ന കുറച്ച് അത്യാവശ്യം നല്ല റിസ്ക് ഉള്ള ഒരു അസുഖമാണ് മീസിൽസ്. ട്രീറ്റ്മെന്റ് പ്രോപ്പർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ഈ അസുഖം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് ടെസ്റ്റിൽ എന്താ കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ദിസ് എ കോമൺ ഡിസീസ് എമംഗ് സ്കൂൾ ചിൽഡ്രൻ and it's caused by a virus. In the beginning there was a cold cough fever. നമുക്ക് ബിഗിനിങ്ങിൽ ആദ്യം കോൾഡ് കഫ് ഫീവർ ഒക്കെ ആയിട്ടാണ് തുടങ്ങുന്നത്. After a few days red spot appears. പിന്നീടായിരിക്കും നമ്മുടെ ബോഡിയിൽ റെഡ് കളറിലെ സ്പോട്ടും കാര്യങ്ങളൊക്കെ അപ്പിയർ ആവുന്നത്. ഇമ്മ്യൂണൈസേഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ് അഗെയിൻസ്റ്റ് മീസിൽസ്. മീസിൽസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ആണ് ഇത് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് കോളറയാണ്. കോളറ എങ്ങനെയാ സ്പ്രെഡ് ചെയ്യുന്നതെന്ന് അറിയാമോ? വെള്ളത്തിലൂടെ വെള്ളത്തിലൂടെ ഫുഡ് മലിനജലം അല്ലെങ്കിൽ നമ്മൾ അത്യാവശ്യം എന്താ പറയാ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നതിലൂടെ ഒക്കെയാണ് കോളറ എന്ന് പറയുന്ന അസുഖം സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മാക്സിമം എന്താണ് തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാം. തിളപ്പിച്ച് നല്ല തിള വന്ന് അത് നല്ല തിളച്ചതിന് ശേഷം മാത്രം നമ്മളത് വെള്ളം യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മള് വെജിറ്റബിൾസും ഫുഡും കാര്യങ്ങളൊക്കെ പറഞ്ഞോടാം. നമ്മള് കൂൾ ഫ്ലക്സാ അതില്ലേ, അതിലുള്ള വെള്ളം തിളപ്പിക്കണം ഇല്ലല്ലോ. എന്താണ് അക്വാ ഗാർഡ് വെക്കുന്നില്ലേ നമ്മള്, വെള്ളം പ്യൂരിഫൈ ചെയ്തിട്ട് അത് തിളപ്പിക്കണം നിർബന്ധമുണ്ടോ? ഇല്ലില്ല. പക്ഷേ ഇല്ലേടാ, അത് ഇടയ്ക്ക് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം എല്ലാ പ്യൂരിഫയറും കറക്റ്റ് ആയിട്ട് ചെയ്യുന്നത് ഇപ്പോ ചിലപ്പോ 6 monthsനുള്ളിൽ ചില കാര്യങ്ങളൊക്കെ തന്നെ മാറ്റേണ്ടതും ക്ലീൻ ചെയ്യേണ്ടതൊക്കെ ആയിട്ടുണ്ട്. സർവീസ് ചെയ്യൊക്കെ ആണെങ്കിൽ നമുക്കത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അല്ലാതെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഒരു 6 months ഒരു ടൈമെങ്കിലും അതൊന്ന് സർവീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ക്ലീൻ ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും. എന്തെങ്കിലും പറയാനുണ്ടോ അവിടെ? മീസിൽസും ചിക്കൻ ബോക്സിന്റെ രണ്ടല്ലേ? ചിക്കൻ ബോക്സ് വേറെ അല്ലേ? വേറെ. അതെ, ഓക്കെ. അപ്പൊ കോളറയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ഡിസീസ്. വിബ്രിയോ കോളറ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് കോളറ എന്ന് പറയുന്ന അസുഖം സ്പ്രെഡ് ചെയ്യുന്നത്. ഇതുവരെ ഒരു ബാക്ടീരിയയുടെയും പേര് നമ്മുടെ ടെസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ കോളറയുടെ ബാക്ടീരിയയുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കാം. മെയിൻ ആയിട്ട് എഫക്ട് ചെയ്യുന്നത് നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രീനെയാണ്. ഇത് നമ്മളുടെ സ്പ്രെഡ് ചെയ്യുന്നത് ഫുഡ്, വെജിറ്റബിൾസ്, ഡ്രിങ്കിങ് വാട്ടറിലൂടെയൊക്കെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞ ട്രീറ്റ്മെന്റ് പ്രോപ്പർ ആയിട്ട് നേരത്തെ കണ്ടെത്തുകയാണെങ്കിൽ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ മാറാവുന്ന ഒരു അസുഖമാണ് ഇത് കോളറ എന്ന് പറയുന്നത്. പക്ഷെ ഇതിന്റെ സിംറ്റം ആണ് പ്രശ്നം. നോക്കി, വോമിറ്റിങ്ങും ലൂസ് മോഷനും. ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് ഡിസെൻട്രിയുടെ അതേ സിംറ്റംസ് തന്നെയാണ് ഏറ്റുള്ളത് കോളറയ്ക്കുള്ളത്. സോ ഡിസെൻട്രി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലൂസ് മോഷൻ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ബോഡിയിൽ നിന്ന് ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നു. നമ്മുടെ ബോഡിയിലത്തെ വാട്ടർ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ വരുമ്പോൾ നമ്മൾ പെട്ടെന്നായിരിക്കും വീക്ക് ആവുന്നത്. പിന്നീട് നമുക്ക് എന്താണ് ശ്വാസം കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും. മുതിർന്നവരുടെ അവസ്ഥ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യാം. അപ്പൊ കുട്ടികളുടെ അവസ്ഥ എങ്ങനെയായിരിക്കും? അപ്പൊ നമ്മൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുകയാണ് ഈ ഒരു അസുഖത്തിന് വേണ്ടത്. ലൂസ് മോഷനും വോമിറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ
നമ്മൾ ബ്ലഡ് കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഏത് അസുഖമാണെന്ന് കണ്ടെത്തിയിട്ട് നമ്മൾ അതിന് വേണ്ട ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ എടുക്കാം. ഇനി സാധാരണ ബോയിൽഡ് ആയിട്ട് തിളപ്പിച്ചാക്കിയ വെള്ളം മാത്രം കുട്ടികൾക്ക് കൊടുക്കാം. പിന്നെ ഈ ഒരു സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഫീവർ ആയിരിക്കും, ബോഡി പെയിൻ സിംറ്റം ആണ്, പിന്നെ വോമിറ്റിംഗ് ഉണ്ടാവും, ലൂസ് മോഷൻ, ലൂസ് ആൻഡ് അബ്നോർമൽ മോഷൻ ഒക്കെ ഇതിന്റെ സിംറ്റംസ് ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, നമുക്കൊന്ന് റീഡ് ചെയ്ത് നോക്കാം. കോളറ. This is another epidemic which is caused by microbes named as Vibrio cholera. It affects the small intestine. ഇത് സ്പ്രെഡ് ചെയ്യുന്ന ബാക്ടീരിയയുടെ പേരാണ് വിബ്രിയോ കോളറ. ഇത് മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്നത് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ആണ്. ഇറ്റ് സ്പ്രെഡ് ത്രൂ ഫുഡ്, വെജിറ്റബിൾസ്, ഡ്രിങ്കിങ് വാട്ടർ എക്സെട്ര. സിവിയർ വോമിറ്റിംഗ് ആൻഡ് ലൂസ് മോഷൻ ഫോളോഡ് ബൈ തേഴ്സ്റ്റ് ആർ ദ കോമൺ സിംറ്റംസ്. വോമിറ്റിംഗും ലൂസ് മോഷൻ, പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഫീവർ, ബോഡി പെയിൻ ഒക്കെ ഇതിന്റെ സിംറ്റംസ് ആണ്. സോ നമ്മള് 10 ഡിസീസസ് ആണ് നമ്മൾ ഈ ഒരു കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസിന്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കിയത്. ഫസ്റ്റ് പറഞ്ഞത് വൂഫിംഗ് കഫ്, പിന്നെ ഡിസ്തീരിയ, ടെറ്റനസ്, പോളിയോ, ഡിസെൻട്രി, ജോണ്ടിസ്, മലേറിയ, ടൈഫോയിഡ്. ലാസ്റ്റ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മീസിൽസ് ആൻഡ് കോളറയെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ ഇപ്പൊ ഈ ഒരു അസുഖം, ഈ 10 അസുഖങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ ഒരു ധാരണ കിട്ടിയിട്ടുണ്ട് അല്ലെ? നിങ്ങൾ ടീച്ചേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലത്തെ ഏതെങ്കിലും സിംറ്റംസ് നമ്മൾ ശ്രദ്ധയിൽ വരാണെങ്കിൽ അത് ഇന്ന അസുഖമായിരിക്കും എന്ന് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റില്ലേ? ആ കുട്ടിക്ക് വേണ്ട ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ്, ഐസൊലേഷൻ എന്താണെന്ന് വെച്ചത് കൊടുക്കാൻ നിങ്ങൾ റെഡി അല്ലേ? ഓക്കെ, ഇപ്പൊ ഒരു കുട്ടി ഭയങ്കരമായിട്ട് ചുമക്കാണ്, ഭയങ്കരമായിട്ട് വെച്ചാൽ നിർത്താതെ ചുമക്കാണ്. നിങ്ങൾ ആ കുട്ടിക്ക് നമ്മൾ എന്താ ചെയ്യാദ്യം? മാറ്റിയിരുത്തും. ബാക്കിയുള്ള ബാക്കിയുള്ള കുട്ടികളുടെ അടുത്ത് നിന്ന് മാറ്റിയെടുക്കും. ആ ക്ലാസ് റൂമിൽ നമ്മൾ ജനലും ഡോറൊക്കെ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? തുറന്നിടും. കാരണം അതിന്റെ ബാക്ടീരിയാസ് എന്തെങ്കിലുമൊക്കെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യുന്നു വിചാരിച്ച് ആ റൂം ഒന്ന് എന്ത് ചെയ്യും? നമ്മൾ എയർ പാസേജ് കൂട്ടാനായിട്ട് ശ്രമിക്കും. ദെൻ ഒരു കുട്ടി ബോഡി നിറച്ച് റെഡ് കളറിലെ സ്പോട്സ് ഉണ്ട്, ചെറിയ പനിയും നമുക്ക് തോന്നുന്നുണ്ട്, അങ്ങനെയാണെങ്കിലോ? അപ്പോഴും ബാക്കിയുള്ള കുട്ടികൾക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എപ്പോഴും അടുത്തുള്ള കുട്ടികൾക്ക് വരാതെ നോക്കുക ആദ്യം ചെയ്യാം. ആദ്യം ആ കുട്ടീനെ സെപ്പറേറ്റ് ഒരു റൂമിലേക്ക് മാറ്റാണ് വേണ്ടത്. നമ്മൾ ഐസൊലേറ്റ് ചെയ്യാം. നമ്മളുടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെയും നമ്മൾ ശ്രദ്ധിക്കണം. അതേ ഇമ്പോർട്ടൻസ് നമ്മൾ ആർക്കും കൊടുക്കണം, നമ്മുടെ ക്ലാസ്സിലുള്ള മറ്റു കുട്ടികൾക്കും ഈ ഒരു അസുഖം വരാതിരിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ അല്ലേ? ദെൻ ഇപ്പൊ നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു അസുഖമല്ലേ കുട്ടികളിൽ വരുന്നത്? ഏതാണ്? മിക്കപ്പോഴും ടിവിയിലും ന്യൂസിലൊക്കെ കഴിഞ്ഞൊരു മാസമൊക്കെ ആയിട്ട് ഭയങ്കര ചർച്ച ചെയ്യുന്ന ഒരു അസുഖം അമീബിക് മസ്തിഷ്ക ജ്വരമാണ്. അതിന്റെ ഇംഗ്ലീഷ് എന്താണെന്നറിയാവോ? അറിയില്ല, ഒന്ന് അന്വേഷിക്കണം. മെൻജൈറ്റിസ്. മിസ് കോളറിന്റെ ഇപ്പുറത്തെ ഒരു സൈഡില് സെന്റൻസ് പറഞ്ഞിട്ടില്ലല്ലോ, കുറച്ചുകൂടെ പറയാൻ. ഇല്ല, കോളറയുടെ ഇല്ല അത്. അല്ല, അതല്ല, ഇത്തിരി കൂടി വായിക്കാനുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ കണ്ടു. ഓക്കെ, കോളറ കംപ്ലീറ്റ് ആവും. അപ്പോ മെൻജൈറ്റിസിനെ കുറിച്ചിട്ട് നിങ്ങൾ സെമിനാർ കണ്ടക്ട് ചെയ്യണം. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി എന്താണ് മെൻജൈറ്റിസ്, അതെങ്ങനെയാണ് കുട്ടികൾ സ്പ്രെഡ് ആകുന്നത് എന്നുള്ളത് സെമിനാർ ആയിട്ട് കണ്ടക്ട് ചെയ്യണം. ഞാൻ പറയാം, ഒന്നുകൂടി പറയോ? മനസ്സിലായില്ല, ഒന്നുകൂടി പറയോ? ഓക്കെ, ഞാൻ പറയാം 1 മിനിറ്റ്. ഞാൻ എല്ലാ ചാപ്റ്ററിൽ നിന്നും നമ്മള് കുട്ടികൾക്ക് സെമിനാർ തരാറുണ്ട്. മിസ് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ മിസ് സെമിനാർ തന്നല്ലോ, അപ്പം ഇപ്പൊ നമുക്ക് മിസ്സിന് അത് അതായത് കാണിച്ചു തരണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാ നമുക്ക് അത് സബ്മിറ്റ് ചെയ്യാൻ പറ്റാന്? എന്നെ കാണിച്ചു തരണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ സബ്മിറ്റ് ചെയ്യണമെന്നോ? എന്നെ കാണിച്ചല്ല തരണം, നിങ്ങൾ പ്രസന്റ് ആണ് ചെയ്യേണ്ടത് ക്ലാസ്സിൽ. ആ ഒരു ടോപ്പിക് തന്നിരിക്കുന്ന കുട്ടികള് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ആ ടോപ്പിക് കറക്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ വേണ്ടത്. ക്ലാസ് എടുക്കുന്നത് പോലെ
ഡീറ്റെയിൽഡ് ആയിട്ട് PPT പ്രസന്റേഷനോ അല്ലെങ്കിൽ നിങ്ങൾ ഓൺ വേർഡ്സിൽ കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ട് അത് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടത്. സെമിനാർ എടുത്തിട്ടുണ്ടോ പണ്ട്? ആ മിസ് എടുത്തിട്ടുണ്ട്. അതെങ്ങനെ എടുക്കുന്നേ? നമ്മൾ സെമിനാർ റിപ്പോർട്ട് ജസ്റ്റ് സബ്മിറ്റ് ചെയ്യുന്നുള്ളൂ. നമ്മള് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ക്ലാസ് എടുക്കുക എന്നുള്ളതാണ് അല്ലെ? അപ്പൊ എല്ലാ ചാപ്റ്ററിൽ നിന്നും എനിക്ക് തോന്നുന്നു ഏകദേശം തന്നെ എല്ലാ ചാപ്റ്ററിൽ നിന്നും എന്തുണ്ട്, സെമിനാർസ് ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഈ നമ്മുടെ പോർഷൻ തീരുമ്പോഴേക്കും നമ്മുടെ ഡിപ്ലോമയിൽ എല്ലാവരും സെമിനാർ എടുത്തിരിക്കണം. എത്ര ടൈം എന്താണ് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, സെമിനാർ എടുക്കണം. അപ്പൊ ആരൊക്കെയാണ് റെഡി ആയിട്ടുള്ളവര്? ഞാൻ പേരൊന്ന് നോട്ട് ചെയ്യട്ടെ കേട്ടോ. 1 മിനിറ്റ് പെൻ. ഇപ്പൊ പറഞ്ഞത് എന്താണെന്ന് റിപ്പീറ്റ് ചെയ്യോ? ഞാനൊന്ന് ലീവ് ആയാലും. ഓക്കെ, അപ്പൊ ആരൊക്കെയാണ് മെനിഞ്ചൈറ്റിസിനെ കുറിച്ചിട്ട് സെമിനാർ എടുക്കാനായിട്ട് റെഡി ആയിട്ടുള്ളവര്? സെമിനാറാണെന്ന് മലയാളത്തിൽ പറഞ്ഞാൽ മതിയാവോ? നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾക്ക് ഏതാണോ ലാംഗ്വേജ് കംഫർട്ടബിൾ ആ ലാംഗ്വേജിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. എത്ര സമയം ചെയ്യണം? സമയം എന്ന് വെച്ചാൽ നമ്മൾ ആ കണ്ടന്റ് എന്ത് ചെയ്യാ, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. മാക്സിമം 50 മിനിറ്റ്സ്, മിനിമം നമ്മൾ അതൊന്നും നോക്കിയാൽ മതി. ഇത് 50 അല്ലേ? 1 മിനിറ്റ് ഒരു 4 പേർക്ക് എടുക്കും. എന്നാ എടുക്കണ്ടേ? നെക്സ്റ്റ് തേഴ്സ്ഡേ. ഓക്കെ മാം. അപ്പോ 3 പേരെ കിട്ടിയിട്ടുണ്ട്. ദീപ്തി, മൃദുല, റുബീന ആൻഡ് വിഷ്ണുപ്രിയ. അപ്പൊ 4 പേരായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ 4 പേരും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നല്ല രീതിയിൽ ഒന്ന് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാം. ദീപ്തി, മൃദുല, റുബീന, വിഷ്ണുപ്രിയ. ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ മാം. ഓ, റീജുവിന്റെ പേരാണ് റുബീന എന്ന് പറയുന്നത് അല്ലേ? ആ മിസ് എന്റെ പേര്. ഓക്കെ ഓക്കെ, ഞാനത് നോക്കിയതാണ്. 1 മിനിറ്റ്. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മളെ ലാസ്റ്റ് പോർഷൻ നോക്കാം. The above said disease are common among young children. നമ്മൾ കുട്ടികളിൽ ഈ പറഞ്ഞിട്ടുള്ള അസുഖങ്ങൾ എങ്ങനെയാണ് കോമൺ ആണ്. So it is the duty of a teacher to see that all the students in school are healthy. നമ്മൾ ഓരോ ടീച്ചേഴ്സിന്റെയും ഉത്തരവാദിത്തമാണ് നമ്മുടെ കുട്ടികളെല്ലാവരും ഹെൽത്തി ആണ്, ഡിസീസ് നിന്നൊക്കെ ഫ്രീ ആണ് എന്ന് ഉറപ്പ് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? നമ്മുടെ ടീച്ചേഴ്സിനാണ്. നമ്മുടെ കുട്ടികൾക്ക് ആർക്കും വേറെ അസുഖങ്ങളൊന്നുമില്ല, അസുഖങ്ങളുണ്ടോ എന്നൊക്കെ നമ്മുടെ ടീച്ചേഴ്സ് ആണെന്ന് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. Then if she finds any student distressed from any disease, നമ്മൾ ഏതെങ്കിലും ഒരു കുട്ടീനെ ഏതെങ്കിലും അസുഖം ഉണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ കുട്ടീനെ എന്ത് ചെയ്യണം? isolate them from other precautionary measures to prevent spreading of the disease. നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ആ കുട്ടീനെ എന്ത് ചെയ്യണം? ഐസൊലേറ്റ് ചെയ്യണം. ദെൻ എന്തെങ്കിലും പ്രിക്കോഷണറി മെഷേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ചെയ്യണം. അത് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷണറി സ്റ്റെപ്സും കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. മറ്റ് മെഷേഴ്സ് വരാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കണം. മറ്റു കുട്ടികൾക്ക് ആ ഒരു അസുഖം സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ എങ്ങനെയുണ്ട്? ക്ലിയർ ആണോ?
ഇതിൽ കൂടുതൽ ഡീറ്റെയിൽഡ് ക്ലിയർ. നമ്മള് ആദ്യം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളെ ടീച്ചേഴ്സ് പെട്ടെന്ന് പനിയെല്ലാം വരുമ്പോൾ ക്ലാസ് റൂമിൽ കൂട്ടിക്കൊണ്ടുപോയി ഇരുത്തി ചൂടുവെള്ളം ഗുളികയെല്ലാം തന്ന് എന്നിട്ട് രക്ഷിതാക്കള് അന്നേരം പക്ഷെ ഫോണൊന്നും വിളിക്കാനൊന്നും പറ്റുമെന്നില്ലല്ലോ. അവര് കുട്ടികളൊപ്പരം കൂട്ടിയിട്ട് വീട്ടിൽ കൊണ്ടുവിടും. അങ്ങനെയൊക്കെ നല്ല കെയർ അന്നേരം ടീച്ചേഴ്സ് നമുക്ക് തരുന്ന ഓർമ്മയുണ്ട്. ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് അല്ലെ അതെ, നമ്മളെല്ലാവരും അതേപോലത്തെ കെയർ കിട്ടിയിട്ട് വളർന്നു വന്നവരും. അതേപോലെ തന്നെയാണ് നമ്മളുടെ ക്ലാസ്സിൽ കുട്ടി ഉണ്ടെങ്കിൽ അവനും പ്രോപ്പർ ആയിട്ട് കെയർ കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? നമ്മൾ ഓരോരുത്തർക്കാണ്. നിങ്ങൾ ഇനി ഈ ഒരു കോഴ്സ് ഒക്കെ കഴിഞ്ഞ് ടീച്ചറൊക്കെ ആയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ട് എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊക്കെ കൊടുക്കും. പ്രോപ്പർ ആയിട്ടുള്ള പ്രിക്കോഷണറി മെഷേഴ്സും കാര്യങ്ങളും കൊടുക്കാം. ഇനി സ്കൂളാണ്, എപ്പോ വേണമെങ്കിലും ആക്സിഡന്റും കാര്യങ്ങളും സംഭവിക്കാം അല്ലേ? ചെറിയ ആക്സിഡന്റ് ചിലപ്പോൾ ഡെയിലി ഉണ്ടാവും ഓരോ ആക്സിഡന്റ്സ്. കോമൺ ആണ് ഉണ്ടാവും, കോമൺ ആയിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. ഡെയിലി ഒരു ആക്സിഡന്റ് എങ്കിലും സംഭവിക്കും, അത് കോമണാ. അപ്പില്ലേ ഇപ്പൊ എന്ത് ചെയ്യും നമ്മള്? പ്രോപ്പർ ആയിട്ട് മിക്ക സ്കൂളുകളിലും പ്രോപ്പർ ആയിട്ട് ഒരു ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് എയ്ഡ് സെല്ല് ഉണ്ടാവും അല്ലെ? അപ്പോ കുട്ടികളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ആക്സിഡന്റ് അല്ലെങ്കിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. നമ്മൾ ആക്സിഡന്റ്സിന് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്ന ആ ടെമ്പററി ട്രീറ്റ്മെന്റിനെയാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. നമുക്ക് ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് നാച്ചുറൽ ടു ഹാവ് ആക്സിഡന്റ്സ് ഇൻ സ്കൂൾ. നമ്മൾ സ്കൂളിൽ വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്കറിയാൻ പറ്റുന്നത് ഒരു ദിവസം ചിലപ്പോൾ നമ്മൾ 1-2 ആക്സിഡന്റ്സ് നമ്മൾ ഫേസ് ചെയ്യും. ആക്സിഡന്റ് എന്ന് പറയുമ്പോൾ വലിയ ആക്സിഡന്റ് ആയിരിക്കും, ചിലപ്പോൾ ചെറിയ ഇഞ്ചുറീസ് ആയിരിക്കാം, ചിലപ്പോ കുറച്ച് വലിയ ഇഞ്ചുറീസ് ആയിരിക്കാം. അത് എന്തോ ആവാം. നമ്മള് ചിലപ്പോ കുട്ടികള് എന്താ പറയാ അൺകോൺഷ്യസ് ആവുന്നതാവാം. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ആക്സിഡന്റ്സ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മളുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടി, ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടിയാണ് പ്രോപ്പർ ആയിട്ട് ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മളുടെ ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തമാണ് പ്രോപ്പർ ആയിട്ട് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ അറിയുന്നത്. ഓക്കെ, ഫസ്റ്റ് എയ്ഡ് ആണ്, ടെമ്പററി ട്രീറ്റ്മെന്റ് ആണ് കേട്ടോ. നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. ഇറ്റ് ഈസ് നാച്ചുറൽ ടു ഹാവ് ആക്സിഡന്റ്സ് ഇൻ സ്കൂൾ. സ്കൂളിൽ ആക്സിഡന്റ് സംഭവിക്കുക എന്ന് പറയുന്നത് നാച്ചുറൽ തിങ് ആണ്. ഇറ്റ് ഈസ് റിക്വയർഡ് ദാറ്റ് ബിഫോർ ആക്ച്വൽ മെഡിക്കൽ എയ്ഡ് ക്യാൻ ബി പെർസ്യൂംഡ് സംതിങ് ഹാസ് ടു ബി ഡൺ ടു ബി ഇൻജേർഡ്. നമ്മൾ പ്രോപ്പർ ആയിട്ട് മെഡിക്കൽ എയ്ഡ് കിട്ടുന്നതിന് മുമ്പ് നമ്മൾ ആ ഇൻജേർഡ് പേഴ്സണ് കൊടുക്കുന്ന ഒരു ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആണ് ഫസ്റ്റ് എയ്ഡ്. ഇപ്പൊ ഒരു കുട്ടി ഭയങ്കരമായിട്ട് ബ്ലീഡ് ചെയ്യുന്നുണ്ട്, കൈയോ കാലോ മുറിഞ്ഞ് നല്ല രീതിയിൽ ബ്ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? അത് നല്ല രീതിയിൽ ക്ലീൻ വാട്ടർ വെച്ച് വാഷ് ചെയ്യണം അല്ലെ? നമ്മളുടെ മെയിൻ ആയിട്ട് ക്ലീൻ വാട്ടർ യൂസ് ചെയ്ത് അത് ക്ലീൻ ആയിട്ട് നമ്മളത് വാഷ് ചെയ്തതിന് ശേഷം പ്രോപ്പർ ആയിട്ട് ബാൻഡേജ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം? അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ ബാൻഡേജ് ചെയ്തിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനാണ് വേണ്ടത്. ഓക്കെ, ദിസ് കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ് നമ്മൾ ആ കൊടുക്കുന്ന ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചു, അതിന്റെ ആ ഫസ്റ്റ് അവേഴ്സ് ഉണ്ട്. ഒരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യ മണിക്കൂറുകളെയാണ് നമ്മൾ ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? ഗോൾഡൻ അവേഴ്സ്. ഗോൾഡൻ അവേഴ്സിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഈ ഗോൾഡൻ അവേഴ്സ് ആണ് നമ്മള് എന്ത് ചെയ്യുന്നത്? ആ പേഷ്യന്റ് ഇപ്പൊ നമ്മള് ഇപ്പൊ റോഡ് ആക്സിഡന്റ് ഒക്കെ ഉണ്ടല്ലോ, റോഡ് ആക്സിഡന്റ്സ് ഒക്കെ സംഭവിക്കുമ്പോൾ ആ ആക്സിഡന്റ് സംഭവിച്ച ആദ്യ 2 മണിക്കൂറിനെയാണ് ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ പേഷ്യന്റിനെ ഇമ്മീഡിയറ്റ്ലി ഹോസ്പിറ്റലിൽ എത്തിക്കാനാണ് ശ്രമിക്കേണ്ടത്. കേട്ടോ? ഓക്കെ കേട്ടോ. അപ്പൊ നമ്മൾ ആ ഗോൾഡൻ അവേഴ്സിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് പറയുന്നത്. മേ ബി ഒരാള് എന്താ പറയാ നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞു പെട്ടെന്നാണ് അൺകോൺഷ്യസ് ആവുന്നത്. നമ്മൾ നോക്കുമ്പോൾ പൾസോ എന്തോ ഇല്ല, ബ്രീത്തിങ്ങും ഇല്ല, ബ്രീത്തിങ്ങും പൾസും സ്റ്റോപ്പ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും?
പൾസ് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഹാർട്ട് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കും അറിയോ? CPR. കൊടുക്കും. ഓക്കെ ഓക്കെ. വേറൊരു സിറ്റുവേഷനിൽ ഒരു വ്യക്തി ജസ്റ്റ് എന്താണ് ഷോക്ക്, ഇലക്ട്രിക് ഷോക്ക് ആയിട്ടെന്ന് വിചാരിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നോക്കിയപ്പോ പൾസ് ഉണ്ട്. പൾസ് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കി, ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, പൾസ് ഉണ്ട്, പക്ഷെ ബ്രീത്ത് ചെയ്യുന്നില്ല, ആള് ശ്വസിക്കുന്നില്ല എന്ന് മനസ്സിലായി. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കും? കൃത്രിമ ശ്വാസം കൊടുക്കും. ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, കൃത്രിമ ശ്വാസം കൊടുക്കും. ഇങ്ങനെ കൊടുക്കുന്ന ഈ ഒരു ട്രീറ്റ്മെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് ഫസ്റ്റ് എയ്ഡിന് ഏകദേശം ഒരു ധാരണ കിട്ടിയോ? First aid is not a proper treatment. It is a relief given to the patient before proper treatment by the doctor is made available. First aid എന്ന് പറയുന്നത് not a proper treatment ആണ്, but it is a relief given to the patient before proper treatment by a doctor is made available. നമ്മൾ proper treatment നടത്തുന്നതിന് മുമ്പ് നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് നമ്മൾ കൊടുക്കുന്ന ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റിനെയാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എയ്ഡ് ഇസ് ഡിഫൈൻഡ് ആസ് ദ ട്രീറ്റ്മെന്റ് ദാറ്റ് ഈസ് ഗിവൺ ഓൺ ദ സ്പോട്ട്. ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ഒരു ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആണ്. അത് ആ സ്പോട്ടിൽ ആക്സിഡന്റ് സംഭവിച്ച സ്ഥലത്ത് നമ്മൾ കൊടുക്കുന്ന ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആണ്. ബിഫോർ ദ ആക്ച്വൽ മെഡിക്കൽ എയ്ഡ് ഈസ് റീച്ച്ഡ്. ആക്ച്വൽ മെഡിക്കൽ എയ്ഡ് എത്തുന്നതിന് മുമ്പ് നമ്മൾ കൊടുക്കുന്ന ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എയ്ഡ് എന്താണെന്ന് ഏകദേശം ധാരണ കിട്ടിയോ? ഓക്കെ. ആദ്യമൊക്കെ വീട്ടില് ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ട്? വീട്ടിലില്ല, വണ്ടിയിലെല്ലാം ഉണ്ട് ടീച്ചർ. എന്റെ വീട്ടില് വീട്ടിലില്ല. വീട്ടിലും വണ്ടിയിലെല്ലാം ഉണ്ട്. അതിൽ നിന്ന് എടുക്കും എന്തെങ്കിലും ആവശ്യം. അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോ അവർക്ക് അതിനെ കുറിച്ച് ഫുൾ മരുന്ന. ഓക്കെ. എന്റെ വീട്ടില് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ട്. കാരണം എനിക്ക് 2 കുഞ്ഞു കുട്ടികളാ. പിന്നെ അതേപോലെ അവരുടെ മെഡിസിൻസ് ആണ് മെയിൻ ആയിട്ട് ഫസ്റ്റ് എയ്ഡ് ബോക്സ്. സാധാരണ നമ്മൾ വിചാരിക്കും മുറിവിനുള്ള മരുന്നൊക്കെയാണ്, അതെല്ലാം ഉണ്ടെങ്കിലും അവരുടെ മെഡിസിൻസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. നമ്മള് ഫീവറിനുള്ള മെഡിസിൻസ്, അങ്ങനെ കുറച്ച് മെറ്റീരിയൽസും മെഡിസിൻസും കാര്യങ്ങളും അത് അവർക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ ഒരു ബോക്സിലുണ്ട്. അത് കൂടാതെ ആന്റിസെപ്റ്റിക് ക്രീം, നമുക്ക് ഈ പൊള്ളലൊക്കെ കേൾക്കില്ലേടാ, അപ്പൊ പൊള്ളലൊക്കെ കേൾക്കുമ്പോ എപ്പോഴും അതേട്ടാ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൈകൊള്ളും. നമ്മൾ കിച്ചണിലാണല്ലോ വർക്ക് ചെയ്യുന്നത്, അപ്പം നമുക്ക് എപ്പോഴും പൊള്ളലേക്കാറുണ്ടല്ലേ. നമ്മളെ വീട്ടിലെല്ലാം നാടൻ മരുന്ന്. എന്താണ്? അതേ ഉള്ളൂ, പൊള്ളലേ ഉള്ളൂ. അതേ ഉള്ളൂ. കിച്ചണിലേക്ക് കയറി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലൊക്കെ ആയിട്ടൊന്ന് പൊള്ളും അല്ലെ. എനിക്കിപ്പോ പൊള്ളലൊക്കെ മാറി വന്നിട്ടുണ്ട്, അടുത്ത് വരാറായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എങ്ങനെയും എന്തെങ്കിലുമൊക്കെ ആയിട്ട് പൊള്ളലുണ്ടാവും. അപ്പൊ ഈ ആന്റിസെപ്റ്റിക് ക്രീം പറ്റിക്കഴിഞ്ഞാല് എനിക്കൊരു പ്രാവശ്യം അത്യാവശ്യം വലിയ ബേൺ വന്നു, നല്ല രീതിയിൽ കയ്യിൽ പൊള്ളിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഡോക്ടർ എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്താണ് ഈ ആന്റിസെപ്റ്റിക് ക്രീം. അപ്പൊ ഞാൻ ചോദിക്കുകയും ചെയ്തു, ഡോക്ടറെ എനിക്ക് ചെറിയ പൊള്ളലൊക്കെ വരുമ്പോൾ ഈ ക്രീം പറ്റിയാൽ മതിയോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഡോക്ടർ പറഞ്ഞു അത് യൂസ് ചെയ്താൽ മതി, എക്സ്പയറി നോക്കണം എന്ന് പറഞ്ഞു. എക്സ്പയറി ഒന്ന് നോക്കിയിട്ട് റീപ്ലേസ് ചെയ്യണം കേട്ടാ എന്ന് പറഞ്ഞു. ഇത് ആ പൊള്ളൽ ഏറ്റിട്ട് 4 വർഷമായി. അതിനുശേഷം ഞാൻ എല്ലാ വർഷവും ഒരു ആന്റിസെപ്റ്റിക് ക്രീം ആ ഒരു പൊള്ളൽ ഏറ്റതിനു ശേഷം ഞാൻ ആ ക്രീം മാറ്റിയിട്ടുണ്ട്. 3 പ്രാവശ്യത്തോളം അത് മാറ്റിയിട്ടുണ്ട്. എന്നുവെച്ചാല് എക്സ്പയറി കഴിയുമ്പോൾ അത് മാറ്റും, റീപ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം എക്സ്പയറി ഇമ്പോർട്ടന്റ് ആണ്. എക്സ്പയറി കഴിഞ്ഞിട്ട് നമ്മളത് പറ്റിക്കഴിഞ്ഞാൽ അത് ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ വിചാരിച്ച റിസൾട്ട് ആയിരിക്കില്ല കിട്ടുന്നത്. അപ്പം ഞാൻ ആന്റിസെപ്റ്റിക് ക്രീം, പിന്നെ ചെറിയ മുറിവൊക്കെ എപ്പോഴും സംഭവിക്കാറുണ്ട്. ചെറുതാണെങ്കിൽ നമ്മള് നിസ്സാരം വിചാരിച്ചു വിടും. പിന്നെ കാലുമൊക്കെ ആണെങ്കിൽ ഞാൻ കുറച്ചും കൂടി പ്രോപ്പർ ആയിട്ട് കെയർ എടുക്കാറുണ്ട്. കാലുമേ ഞാൻ ബാൻഡേജ് ഒക്കെ കവർ ചെയ്യും. അതേപോലെ കുട്ടിയൊക്കെ ആണെങ്കിലും കാലുമേ ചെറിയ മുറിവൊക്കെ ആണെങ്കിൽ പ്രോപ്പർ ആയിട്ട് ബാൻഡേജ്, ഞാനത് നിർബന്ധമായിട്ട് ബാൻഡേജ് ചെയ്തിട്ടാണ് അവള് പുറത്തേക്ക് ഇറക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാല് ഇവള് പുറത്ത് പോയി കഴിഞ്ഞാല്, കളിക്കാനായിട്ട് പോയി കഴിഞ്ഞാല് മേ ബി ചപ്പൽ ഇട്ട് കളിക്കാൻ പറഞ്ഞാലും ആള് ശ്രദ്ധിക്കുക. ചപ്പല് ചിലപ്പോൾ എല്ലാവർക്കും ഊരി വെച്ചിട്ടൊക്കെ ആയിരിക്കും കളിക്കുന്നത്. അപ്പോ മണ്ണിൽ നമുക്ക് അറിയാത്ത ഒരുപാട് എന്തുണ്ട് ബാക്ടീരിയാസും കാര്യങ്ങളും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്കറിയാലോ, ഇപ്പൊ നിങ്ങളെ പഠിപ്പിച്ചാണ് അല്ലെ, മണ്ണില് മുറിവിലൂടെ ഒരു അസുഖം സ്പ്രെഡ് ചെയ്യുമല്ല, മുറിവിലൂടെ ആ ഒരു വൈറസ് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുമല്ല, അതേതാണ്?
അതുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ ചെറിയ കാലമൊക്കെ ചെറിയ മുറിവൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് ബാൻഡേജ് ചെയ്യുന്ന ഉത്തരവാദിത്വം നമുക്കാണ്. ഇപ്പൊ നിങ്ങൾ സ്കൂളിൽ വർക്ക് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ ഈ കുട്ടികൾ ഫുട്ബോളോ മറ്റു കാര്യങ്ങൾ ഗെയിമൊക്കെ കളിച്ചു കഴിയുമ്പോൾ എങ്ങാനും ചെറിയ ഇഞ്ചുറീസ് വരാനുള്ള ചാൻസ് 100% കൂടുതലാണ്. ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും അല്ലെ? അല്ലെങ്കിൽ സ്വന്തം കുട്ടികളൊന്ന് ആലോചിച്ച് നോക്ക്, അവൻ രാവിലെ പോകുന്ന പോലെയാണോ തിരിച്ചു വരുന്നത്? കാലുമ്പ പൊട്ടും ഒരു ദിവസം പോയി കഴിഞ്ഞാൽ വരുമ്പത്തേക്ക് എന്തെങ്കിലും ആയിട്ടുണ്ടാവും മുറിവ്. ഇല്ലേ, മുറിവുകൾ എന്തായാലും ഉണ്ടാവും. അപ്പൊ നമ്മൾ ടീച്ചേഴ്സ് ആയിരിക്കുമ്പോൾ നമ്മളുടെ ഉത്തരവാദിത്തമാണ് അത് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്ത് ബാൻഡേജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ആരുടെ ഉത്തരവാദിത്തമാണ്? നമ്മുടെ ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. നമ്മൾക്ക് എല്ലാ സ്കൂളുകളിലും നിർബന്ധമായിട്ടും ഫസ്റ്റ് എയ്ഡ് കിറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ് വേണം. ഇത്രയും നമ്പർ ഓഫ് സ്റ്റുഡൻസിന് കൂടുതലുണ്ടെങ്കിൽ അവിടെ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ് അല്ലെങ്കിൽ നേഴ്സിംഗ് അസിസ്റ്റൻസിന്റെ സർവീസ് വേണം എന്നുണ്ട് ലോല്. നമുക്ക് റൂൾ ഉണ്ട്, ഇത്ര കുട്ടികളുടെ എണ്ണം കൂടുതലാണെങ്കിൽ നേഴ്സിംഗ് അസിസ്റ്റന്റ് വേണമെന്നുണ്ട്. അതേപോലെ പ്രോപ്പർ ആയിട്ട് ആക്റ്റീവ് നമ്പർ ഓഫ് ഫസ്റ്റ് എയ്ഡ് കിറ്റും വേണം. അപ്പൊ നമുക്ക് നോക്കാം ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ് ഇൻ ദ സ്കൂളുകളിൽ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. School are expected to keep an adequate number of first aid kit. നമ്മളെ എല്ലാ സ്കൂളുകളും അവര് adequate number of first aid kit എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യണം. The service of the nursing assistant should be made available. മാക്സിമം നമ്മൾ nursing assistantന്റെ സർവീസ് അവൈലബിൾ ആക്കണം. The following are the essential to be included in the first aid kit. താഴെ പറയുന്നതാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന എസെൻഷ്യൽ തിങ്സ്. കോട്ടൺ വൂൾ. എന്താണ് കോട്ടൺ വൂൾ? കാണിച്ചതല്ലോ, ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കോട്ടൺ വൂൾ അല്ലെ? ദെൻ ടേപ്പ് ഉദ്ദേശിക്കുന്നത് അവര് ഈ ടേപ്പ് അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മുറിവിനൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ടേപ്പ് ഉണ്ടല്ലോ, അതാണ് അവർ ഉദ്ദേശിച്ചത്. ഒരു പേപ്പറിന്റെ ടേപ്പ് അല്ലേ? പ്ലസ് അല്ലേ? അധികം ഇതില്ലാത്ത ടൈപ്പ്, പശയില്ലാത്ത ടൈപ്പ് ഒരു ടേപ്പ് ഉണ്ട്. അതാണ് അവരുടെ ടേപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇമേജിൽ വന്നിരിക്കുന്നത് വേറെ ടൈപ്പാണ്. ബ്രഷ് യൂസ്ഡ് ഇൻ ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്ന് പറയുമ്പോൾ ഈ നമ്മള് എന്താ പറയാ പൊടിയൊക്കെ ഉണ്ടാവും, പൊടിയോ അഴുക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ചെറിയ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്? ആ പൊടിയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്? റിമൂവ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് കിറ്റില് ബ്രഷ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ റോളർ ബാൻഡേജ് കണ്ടിട്ടുണ്ടോ? ആണോ? റുബീന നേഴ്സാണോ? മിസ്സേ, ഞാൻ നേഴ്സാ. എത്ര നാൾ വർക്ക് ചെയ്തിട്ടുണ്ട്? 8-9 വർഷം. ആണോ? ഫീൽഡിലേക്ക് വന്നിട്ട് എന്താ മിസ്സേ? അല്ല, ടീച്ചിങ്ങിലേക്ക് വരാനുള്ള കാരണം? ഒന്നുമില്ല, എനിക്കിങ്ങനെ ഒന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഇഷ്ടമല്ല. എന്തെങ്കിലും എല്ലാം എപ്പോഴും പഠിച്ചുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, നല്ലതാണ്. പഠിക്കാനായിട്ട് നമുക്ക് പരിചയം ഒന്നുമില്ല. അതെ, എവിടെ അതിപ്പോ ഇത് മനസ്സിലായ പരിധിയില്ല എന്നുള്ളത്. എന്താണ്? ഇപ്പൊ ഇതിന് ചേർന്നപ്പോഴാ മനസ്സിലായ പഠിക്കാന് പരിധിയില്ല എന്നുള്ളത്. കാരണം അല്ലാണ്ട് ഞാൻ ഇങ്ങനെ നമുക്ക് പുറമേ ഉള്ള കാര്യങ്ങളല്ല, ഇത് ടീച്ചറെല്ലാം ആവാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല. ഓക്കെ, അത് ഒരു നേഴ്സ് ടീച്ചർ ആവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുക്കാൻ പറ്റും അല്ലേ? അതെ, നല്ല രീതിയിൽ കെയർ ചെയ്യാൻ പറ്റും. നമുക്ക് വാക്സിൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് എടുത്തിട്ടുണ്ടോ എന്ന് കുട്ടികളോട് അത് ചോദിച്ചു. മാത്രല്ല, നമുക്ക് വീട്ടിലും ഒരു നേഴ്സ് ആണെങ്കിൽ ഒരു വീട്ടിലൊരു ഡോക്ടർ വേണ്ടാന്ന്. കാരണം നമുക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അമ്മമാര് അങ്ങനെ പറയില്ലേ, നമ്മള് വീട്ടിലെ ഡോക്ടർമാരാണെന്നുള്ളത്? ചുമ്മാ തമാശക്കാണെങ്കിൽ പോലും. ശരി തന്നെയല്ലേ? നമ്മളെ അമ്മമാരും അങ്ങനെ തന്നെയല്ലേ ഒരുവിധം കാര്യങ്ങൾക്കൊക്കെ. റോളർ ബാൻഡേജ് ആണ്. റോളർ ബാൻഡേജസ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ യൂസ് ചെയ്യാറുണ്ട്. ദെൻ സേഫ്റ്റി പിൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കൂർത്ത എന്തെങ്കിലും സാധനങ്ങൾ നമ്മുടെ ബോഡിയിൽ നമ്മളത് റിമൂവ് ചെയ്യാനായിട്ട് സേഫ്റ്റി പിൻ യൂസ് ചെയ്യാറുണ്ട്. ദെൻ ട്രയാങ്കുലർ ബാൻഡേജ് ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല, നമുക്ക് കൈക്കൊക്കെ ഒടിവോ ചതവോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ബാൻഡേജ് ആണ് ട്രയാങ്കുലർ ബാൻഡേജ് എന്ന് പറയും.
അല്ലേ? ഇതല്ലേ ട്രയാങ്കുലർ ബാൻഡേജ്? ഓക്കെ, ട്രയാങ്കുലർ ബാൻഡേജ് എന്ന് വെച്ചാൽ നമ്മൾ ഈ താഴ്ത്തി ഇടൂലെ ഇങ്ങനെ കൈ ഇവിടെ എന്തെങ്കിലും ഒടിവുണ്ടെങ്കിൽ നമ്മളത് ഹോസ്പിറ്റലിൽ എത്തുന്ന കാര്യം നമ്മളതൊന്ന് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കിട്ടണമെങ്കിൽ ട്രയാങ്കുലർ ബാൻഡേജ് നല്ലതാണ്. താഴ്ത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ബോൺസ് തമ്മിലുള്ള അകൽച്ചയും കാര്യങ്ങളൊക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മളതൊരു എന്താ പറയാ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ട്രയാങ്കുലർ ബാൻഡേജ്. ദെൻ നമ്മൾ യൂസ് ചെയ്യുന്ന നെക്സ്റ്റ് ആണ് നീഡിൽസ്. നമുക്ക് ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നീഡിൽസ് നിങ്ങൾക്ക് അറിയാം. സിസേഴ്സ് നല്ലതാണ്, നമുക്ക് കട്ട് ചെയ്യാനൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ കട്ട് ചെയ്യാനൊക്കെ സിസേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഒലിവ് ഓയിൽ എന്തിനാ ഫസ്റ്റ് എയ്ഡ് യൂസ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഒലിവ് ഓയിൽ അല്ലേ? ഇല്ല എന്തിനാ? ഇല്ല, ഒലിവ് ഓയിൽ എന്തിനാന്ന് അറിഞ്ഞൂടാ. ഓക്കെ, ഒലിവ് ഓയില് ഇതിന് നമ്മള് പൊള്ളലേറ്റ ഭാഗത്ത് പറ്റുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പൊള്ളലേറ്റ ഭാഗത്ത് ഒലിവ് ഓയിൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ബ്രോണിക് ലിൻഡ് എന്ന് പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ഓക്കെ, ഒലിവ് ഓയിൽ കഴിഞ്ഞിട്ട് ടീസേഴ്സ് ഉണ്ട് എന്ന് വെച്ചാല് ഞാൻ കാണിച്ചില്ല. സ്പ്ലിൻഡർ അല്ലെങ്കിൽ സിസേഴ്സ് നോക്കട്ടെ. സ്പ്ലിൻഡർ ഇതല്ലേ? ഉം. ഓക്കെ, എന്ന് വെച്ചാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്തെങ്കിലുമൊക്കെ ഉള്ളിലൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കാനാണ് ഈ ഒരു ടീസേഴ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ സ്പ്ലിൻഡർ എന്ന് പറഞ്ഞാൽ നമുക്കത് പിക്ക് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇത് കണ്ടോ, പിന്നെ നമുക്ക് കോർത്തിരിക്കുന്നതാണെങ്കിൽ അത് നമുക്കത് എടുക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ബ്രോണിക് ലിൻഡ് എന്ന് പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ബാൻഡേജ് തന്നെയാണ്. ബ്രോണിക് ലിൻഡ് ബാൻഡേജ് മരുന്ന് മുറിവ് പൊടിയോ മരുന്ന് പൊടിയും കൂടി ഉണ്ടാവും ആ ബാൻഡേജില് അല്ലേ ലിജു? ആ മിസ്, മരുന്ന് ഇൻക്ലൂഡ്. ഈ പിന്നെ പറയുന്നത് വീണിട്ടേ ഈ മുറിവില് കല്ലോ മറ്റോ കീറിയാൽ ഇതിനെ കൊണ്ടാണോ എടുക്കുക? ഇതിനെ കൊണ്ട് എടുക്കാം. പിച്ചിലൊക്കെ കയറൂലേടാ, നമ്മൾ നമ്മളത് എടുക്കേണ്ട വരും. നമ്മളെ എടുക്കണല്ലേ? ഇതിന് ഫോർസെപ്സ് എന്ന് പറയും. ഓക്കേടാ. ഇനി കാർബോളിക് ആസിഡ്സ്, ഫിനോയിൽ, ഡെറ്റോൾ പോലുള്ള കാര്യങ്ങൾ എടുക്കാം. സോഡിയം ബൈകാർബണേറ്റ് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. വിനെഗർ വന്നിട്ടുണ്ട് അല്ലെ നമ്മളുടെ മെറ്റീരിയലിൽ, അവർ വിനെഗർ എഴുതിയിട്ടുണ്ട്. വിനെഗർ എന്തിനാ യൂസ് ചെയ്യുന്നത്? വിനെഗർ ഒരു നാച്ചുറൽ ആന്റിസെപ്റ്റിക് ലോഷൻ ആണ്. നമ്മൾ മുറിവൊക്കെ ഉണ്ടെങ്കിൽ അത് നാച്ചുറൽ ആയിട്ട് അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആന്റിസെപ്റ്റിക് ലോഷൻ ആണ് വിനെഗർ. പിന്നെ സ്പൂൺ എന്ന് പറയുന്നത് ചിലപ്പോ നമ്മള് പെട്ടെന്നായിരിക്കും ബോധക്ഷയം സംഭവിക്കുന്നത്. മേ ബി കുറച്ച് വിനെഗർ ഡയറക്റ്റ് ആണോ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ടോ? മേ ബി ഡയറക്റ്റ് നമുക്ക് കോട്ടണിൽ യൂസ് ചെയ്യാൻ പറ്റും. കോട്ടണില് വിനെഗർ എടുത്തിട്ട് അത് ക്ലീൻ ചെയ്യാനൊക്കെ യൂസ് ചെയ്യണോ നേരിട്ട്. അത് എല്ലാവരും യൂസ് ചെയ്യണമെന്നില്ല, അത് നമ്മൾ കൊടുത്തോണ്ട് ഞാനത് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. സ്പൂൺ. പിന്നെ ടിൻചർ ഓർ അയഡിൻ. ഈ ടിൻചർ എന്ന് പറയുന്നത് നമ്മള് ചതവൊക്കെ വരുമ്പോ നമ്മള് കുഴമ്പുകൾ പറ്റില്ലേ, ചില കുഴമ്പുകള് നമ്മള് കൈയൊക്കെ ചതവൊക്കെ വന്നിട്ട് നമ്മൾ ചെറിയൊരു കുഴമ്പൊക്കെ പറ്റില്ലേ, എന്താ മുറിവെണ്ണ, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയുന്നത് കേട്ടോ. ആണല്ലേ? അങ്ങനത്തെ സംഭവങ്ങളും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം എന്നാ പറയുന്നത്. ഇനി നിങ്ങളാണ് ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് തയ്യാറാക്കുന്നെങ്കിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യും? നമുക്ക് ഇതിലുള്ള മെറ്റീരിയൽസ് ഓക്കെയാണ്. ഞാനാണെങ്കിൽ എന്റെ ഫസ്റ്റ് എയ്ഡ് എമർജൻസി മെഡിസിൻസ് ഇല്ലല്ലോ. മെഡിസിൻസ് വെക്കും ഞാൻ. പറഞ്ഞേ ഡെറ്റോൾ. ഓക്കെ, ഡെറ്റോൾ വെക്കാം. എമർജൻസി മെഡിസിൻസ് വെക്കാൻ പറ്റത്തില്ലേ? എമർജൻസി മെഡിസിൻസ് ഫോർ ലൂസ് മോഷൻ. എമർജൻസി മെഡിസിൻസും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് പറ്റും. മനസ്സിലായല്ലോ? സാനിറ്റൈസർ. ഓക്കെ. പിന്നെ മുറിവിന്റെ ഓയിൻമെന്റ്.
ബിറ്റാഡിൻ ലോഷൻ, ബിറ്റാഡിൻ ഓയിൻമെന്റ് അതൊക്കെയെല്ലാം വെക്കുമല്ലോ. എന്താണ് ബിറ്റാഡിൻ ഓയിൻമെന്റ്, ബെറ്റാഡിൻ ലോഷൻ എല്ലാം ഇല്ലേ? ലോഷൻ ആ. കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ. എന്റെ മോൻ അപ്പോ തന്നെ ഇവിടുന്ന് കാല് മുറിഞ്ഞതിനെ പറയും, ഉമ്മ വെക്കണ്ട മരുന്ന്, മിസ് വെച്ച് തരും സ്കൂളിൽ പോയാല്. അങ്ങനെ എടുത്ത് വെക്കാൻ വിടൂല. ചെറിയ മുറിവെല്ലാം ഉണ്ടേല് മുട്ടെല്ലാം പൊട്ടിയ. അത് ബാൻഡേഡ് മിസ് മസ്റ്റ് കെയർ അല്ലേ? ചെയ്യുന്നുണ്ട്. അതെ, മിസ് നല്ല സ്നേഹത്തോടെ കെയർ ചെയ്തിട്ട് വെക്കുന്നോണ്ട്. അമ്മനെ വേണ്ട, നേഴ്സായിട്ട് പോലും അമ്മനെ വേണ്ട. അതെ, എനക്ക് കാണിച്ചു തരില്ല. അത് പറയുന്നോണ്ടാ ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമ്പോ ഞാൻ എന്റെ കുട്ടികൾക്ക് ഞാൻ മുറിവ് വരുമ്പോ ഞാനത് കറക്റ്റ് ആയിട്ട് ബാൻഡേജ് ചെയ്ത് കൊടുക്കും. അപ്പൊ നീ നോക്കിക്കോളാന്ന് പറഞ്ഞാൽ മതി. ബാൻഡേഡ് മസ്റ്റ് അല്ലേ മാം? ബാൻഡേജ് ഇമ്പോർട്ടന്റ് ആണ്. ബാൻഡേജ് ഇൻക്ലൂഡ് ചെയ്യാം. വിക്സ്, ആക്സോയിലൊക്കെ. ഓക്കെ. ഇതിൽ ആരൊക്കെയാണ് 13th കഴിഞ്ഞവര്, 30 വയസ്സ് കഴിഞ്ഞവര്? അവർക്ക് അറിയാൻ പറ്റും. അവരുടെ ബാഗ്, സൈഡ് ബാഗ് നോക്കിയാൽ മതി. വിക്സ്, ബെറ്റാഡിൻ എല്ലാ സാധനം കൊണ്ടാ നടക്കണേ അല്ലേ? ജസ്റ്റ് എന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോ. മാം അല്ല, നമ്മളിപ്പോ പാരന്റ്സിന്റെ കൂടെ എല്ലാം കേട്ടോ നിൽക്കുന്നത്. മിസ്സേ? അപ്പൊ നാട്ടിൽ നിന്ന് പോരുമ്പോഴേ ഒരു ലോഡ് മരുന്ന് ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ടാ വരിക, സ്റ്റോക്ക് ചെയ്യും. ഓക്കെ. പുറത്താണോ, ഔട്ട് സൈഡ് ആണോ? ഔട്ട് സൈഡ് ഗുജറാത്തിലാ. അപ്പൊ ഇതെല്ലാം സ്റ്റോക്ക് ചെയ്യും. എപ്പോഴാ ആവശ്യം വരാന്ന് അറിയില്ലല്ലോ. ഓക്കേടാ. ഗുജറാത്തില് എവിടെയായിട്ടോ സ്ഥലം? പോർബന്ദർ. പോർബന്ദർ. ഓക്കെ. അപ്പോ പിന്നെ കൈയൊക്കെ ഇങ്ങനെ ഒടിയൊക്കെ ചെയ്യൂലേ? അങ്ങനെയെല്ലാം ആവുമ്പോ നമ്മൾ ഇത് വെച്ച് കെട്ടൂലേ, സ്ലിറ്റ് പോലത്തെ, സ്കെയില് പോലത്തെ. സ്റ്റീൽ പോലത്തെ സംഭവം അല്ലേ? അല്ല. അപ്പൊ നിങ്ങള് വീട്ടില് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ആരുടെ വീട്ടിൽ ഏകദേശം ഞാൻ കേട്ടില്ല. നേഴ്സിന്റെ വീട്ടിൽ പോലും ഫസ്റ്റ് എയ്ഡ് കേട്ടില്ല. ഫസ്റ്റ് എയ്ഡ് ബോക്സിന്റെ കാര്യം ഇവിടെ ഇല്ലാത്ത സാധനം ഇല്ല. പക്ഷേല് പിന്നെ ഞാന് ഡോക്ടറെ കാണിക്കല്ല മിസ്സേ. ഞാന് കുട്ടികളെല്ലാം ഞാൻ നേഴ്സ് ആയതിനു ശേഷം ഇതുവരെ ഞാൻ കാണിക്കേണ്ടി വന്നിട്ടില്ല. എമർജൻസി, അതായത് വീണ് പൊട്ടിയിട്ട് വലിയ മുറിവെല്ലാണെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടി വരില്ലാണ്ട് ബാക്കിക്കെല്ലാം ഇതുവരെ ദൈവം സഹായിച്ചിട്ട് പോകേണ്ടി വന്നിട്ടില്ല. ഞാൻ പഠിച്ച് വർക്ക് ചെയ്തുകൊണ്ട് എനിക്കത് യൂസ്ഫുൾ ആയിട്ടുണ്ട് അന്നും ഇന്നും. ഓക്കെ. പ്രോപ്പർ ആയിട്ട് നമുക്ക് കെയർ ചെയ്യാൻ പറ്റും. അപ്പൊ മോനെ പഠിപ്പിക്കുന്ന സമയത്തായാലും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്തെങ്കിലും ചെറിയൊരു ആക്സിഡന്റ് ഒക്കെ വരികയാണെങ്കിൽ പ്രോപ്പർ ആയിട്ട് അത് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. പെട്ടെന്ന് ഒരു കുട്ടി വീണ് കയ്യോ മറ്റോ ഒടിയാണെങ്കിൽ നമ്മൾ എന്തോ ചെയ്യുന്നത്? നമ്മള് ട്രയാങ്കുലർ ബാൻഡേജ് യൂസ് ചെയ്തിട്ട് ആ കൈ ഇവിടെയാണ് ഒടിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഭാഗത്താണെന്ന് തോന്നുകയാണെങ്കിൽ ട്രയാങ്കുലർ ബാൻഡേജ് യൂസ് ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എന്തിനാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാണ് വേണ്ടത് അല്ലേ? അതുപോലെ ഒരു സ്റ്റൈൽ അത് വെച്ചിട്ട് ഒന്ന് കെട്ടിയതിന് ശേഷം കഴുത്തിലെ കൂടി കെട്ടണം, അല്ലെങ്കിൽ വേദന കൂടുതലായിരിക്കും. പിന്നെ നമ്മള് കൈ ചിലപ്പോ ഒന്ന് വീണിട്ടുണ്ടാവുള്ളൂ. നമ്മൾ വീണ ഭാഗത്തൊന്നും നല്ല രീതിയിൽ ഒന്ന് ഒബ്സോർവ് ചെയ്യാം. കാരണം അവിടെ സ്വെല്ലിങ്ങോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മേ ബി ജോയിന്റ്സിനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളത് അവരോട് പറയാം. അതല്ലെങ്കിൽ പാരന്റ്സിനെ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അല്ലാത്ത പക്ഷം നമ്മുടെ ടീച്ചേഴ്സ് നമ്മള് കുട്ടീനെ കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് വേണ്ടത്. ഓക്കെ. അത് കാലിന് പ്രശ്നമെങ്കിൽ ആദ്യം ഒന്ന് നടന്നു നോക്കാൻ പറയണം കുട്ടികളോട്. അപ്പൊ നടക്കുമ്പോ പ്രശ്നമൊന്നും ഇല്ലേല് കുഴപ്പമില്ല. അഥവാ ഒടിവ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നടക്കാൻ പറ്റൂലല്ലോ കാല്. അതെ, അങ്ങനെ ആവുമ്പോൾ പേരൻസിനെ അറിയിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വരും. ഓക്കെ. ഇനി ഡ്യൂട്ടീസ് ഓഫ് എ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ്. ഫസ്റ്റ് എയ്ഡ് യൂണിറ്റിന്റെ ഡ്യൂട്ടീസ് നമുക്ക് നമ്മുടെ ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് എയ്ഡ് യൂണിറ്റിന്റെ ഡ്യൂട്ടീസും കാര്യങ്ങളൊന്ന് റീഡ് ചെയ്ത് നോക്കാം. To give first aid instantly at the time of needed. ഫസ്റ്റ് എയ്ഡ് ഞാൻ പറഞ്ഞ പോലെ ഗോൾഡൻ അവേഴ്സിനുള്ളിൽ തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ആക്സിഡന്റ് സംഭവിച്ച ഫസ്റ്റ് 2 hours നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് എയ്ഡ് ഡെലിവർ ചെയ്യാൻ നോക്കണം. ടു കണ്ടെയ്ൻ ഓൾ ഫസ്റ്റ് എയ്ഡ് മെറ്റീരിയൽസ്. നമ്മുടെ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റിൽ എല്ലാ ഫസ്റ്റ് എയ്ഡ് മെറ്റീരിയൽസും നിർബന്ധമായിട്ടും വേണം. ടു റിമൂവ് ദ കോസ് ഓഫ് ഇഞ്ചുറി ടു ദ പേഷ്യന്റ്. നമ്മൾ ആ കോസ് ഓഫ് ഇഞ്ചുറി അവിടെ നമ്മളിപ്പോ ഒരു ഗ്രൗണ്ട് ആണെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണം. അവിടെ എന്തെങ്കിലും ഇഞ്ചുറീസോ കാര്യങ്ങളോ പറ്റാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ്ലി നമ്മളത് റിമൂവ് ചെയ്യണം. ടു കൺട്രോൾ ദ ബ്ലീഡിങ് ഫ്രം ദ ഇഞ്ചുറി. ഫസ്റ്റ് ഒരു ഇഞ്ചുറി ഉണ്ടായാൽ നമ്മളത് ഫസ്റ്റ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കണം. ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ടു ചെക്ക് ദ പേഷ്യന്റ് ടു ചെക്ക് ദ റെസ്പിറേഷൻ ഓഫ് ദ പേഷ്യന്റ് ആൻഡ് റീസ്റ്റാർട്ട് ഇറ്റ് ബൈ ആർട്ടിഫിഷ്യൽ മെത്തേഡ്. നമ്മൾ ഒരു പേഷ്യന്റ് പെട്ടെന്ന് അൺകോൺഷ്യസ് ആവുകയാണെങ്കിൽ നമ്മൾ റെസ്പിറേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. റെസ്പിറേഷൻ ഇല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ദെൻ റീസ്റ്റാർട്ട് ചെയ്യാം. ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ രീതിയിൽ അത് റീസ്റ്റാർട്ട് ചെയ്യാം. ടു കവർ ദ വൂണ്ട് ഓഫ് ഇഞ്ചുറി.
നമ്മൾ ആ വൂണ്ട് പ്രോപ്പർ ആയിട്ട് കവർ ചെയ്യാം. മുറിവ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വൂണ്ട് പ്രോപ്പർ ആയിട്ട് കവർ ചെയ്യാം. ടു മെയിൻറ്റെയിൻ ദ ടെമ്പറേച്ചർ ഓഫ് ദ പേഷ്യന്റ് അറ്റ് നോർമൽ ലെവൽ. നമ്മുടെ പേഷ്യന്റിന്റെ ടെമ്പറേച്ചർ നോർമൽ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. മേ ബി പെട്ടെന്ന് ഒരാൾ വെള്ളത്തിൽ വീണ് പോയെന്ന് വിചാരിക്കും. അപ്പോ നമ്മൾ കരക്കെടുക്കുമ്പോൾ മേ ബി പെട്ടെന്ന് ഷിവറിങ്ങും ഫിക്സും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. പെട്ടെന്ന് തണവാണല്ലോ, തണുപ്പ് വരുമ്പോൾ ആ ഒരു ഷിവറിങ്ങും ഈ ഫിക്സോ കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. റുബീന, മോന് നമ്മുടെ മെൻജൈറ്റിസിനെ കുറിച്ച് സെമിനാർ എടുക്കണോ? ഞാന് ഇപ്പോഴോ? അല്ല, ആ സെമിനാർ എടുക്കണോ? അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഈ ചാപ്റ്ററിന്റെ ഭാഗമായിട്ട് വരുന്നത് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ആൻഡ് CPR ആണ്. 2 ടോപ്പിക്കാണ് സെമിനാർ കൊടുക്കാറ്. ഏതായിരിക്കും? ഏതായാലും സാരില്ല സർ. ഓക്കെ. കാരണം എന്താന്നാ, ഒരു നേഴ്സ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാന്ന് വെച്ചാല് ഇവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഞാന് ICUലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് 3 വർഷം. അപ്പോ ഈ CPR ഒക്കെ കൊടുത്തിട്ടൊക്കെ ഉണ്ട്. റിയൽ കൊടുത്ത വ്യക്തി പറഞ്ഞു കൊടുക്കുന്നത് തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും അല്ലെ? അടുത്ത പ്രാവശ്യത്തെ ക്ലാസ്സിൽ പറയാം. അപ്പൊ റീജു നാളെ ബാക്കി മലയാളത്തിൽ നമുക്ക് മനസ്സിലാവണം. ഞങ്ങള് ബാക്കിയുള്ള കുട്ടികൾക്കും എനിക്ക് മനസ്സിലാവണമെങ്കിൽ മലയാളത്തിൽ പറഞ്ഞത് ഫുൾ ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും അത് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. ബാക്കി 3 പേരും എന്തിനെ കുറിച്ചാണ് സെമിനാർ ചെയ്യേണ്ടത്? മെൻജൈറ്റിസിനെ കുറിച്ചിട്ടാണ്. റുബീന മാത്രം CPR ആൻഡ് ഏത് വേണം? CPR മതിയോ? ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ വേണ്ട, അത് വേറെ ആരെങ്കിലും ഏൽപ്പിക്കുക കേട്ടോ. വേറെ ആരെങ്കിലും നഴ്സസ് ഉണ്ടോ ഇത് കൂട്ടത്തില്? എന്താണ്? വേറെ ആരെങ്കിലും നഴ്സസ് ഉണ്ടോ ഈ കൂട്ടത്തിൽ? അപ്പൊ അവർക്കും കൂടി ചെയ്താൽ നമുക്കൊരു ഉപകാരല്ലേ? വേറെ ആരെങ്കിലും ഉണ്ടോ നേഴ്സ്? ഞാൻ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റിന്റെ ഇത് പഠിച്ചിട്ടുണ്ട്, നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ. അപ്പൊ മോൻ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ചെയ്യോ? പേരെന്താണ്? ഫാത്തിമ. ഓക്കെ. നിങ്ങളുടെ പേര് എനിക്ക് അറിയില്ല, ഞാൻ ചിലപ്പോ ആ കാണുന്ന പേരായിരിക്കും ഫോളോ ചെയ്യുന്നത്. സോ നിങ്ങളുടെ പേര് എന്നോട് പറയാം. ഫാത്തിമ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കേട്ടോ. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്ലാസ്സിലേക്ക്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും സെമിനാറിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് വരാം. സെമിനാർ അസൈൻ ചെയ്തവരെല്ലാവരും കമ്പൽസറി ആയിട്ട് പ്രസന്റ് ആയിരിക്കണം. ഓക്കെ. ഓക്കെ, ഇതൊന്ന് ഇത്രയും എടുത്തത് ഇന്ന് എടുത്ത ഫസ്റ്റ് ഇയർ മുതൽ സിമ്പിൾ ആണ് ഈ ചാപ്റ്റർ. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഫസ്റ്റ് ഇയർ മുതൽ ഇപ്പൊ എടുത്ത് നിർത്തിയ ഫസ്റ്റ് ഇയർ യൂണിറ്റിന്റെ ഡ്യൂട്ടീസ് വരെ ഒന്ന് റീഡ് ചെയ്തേ. സ്റ്റക്കായതാണോ? അല്ലടാ, റീഡ് ചെയ്യാനായിട്ട് ടൈം തന്നെ കേട്ടോ. റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പറയാം. മാം, പിന്നെ ഈ സെമിനാറും അസൈൻമെന്റ് ഇതൊക്കെ എഴുതാൻ വേണ്ടി എങ്ങനത്തെ ബുക്കാ വേണ്ടിയത്? അതൊന്ന് പറഞ്ഞു തരാമോ? റെക്കോർഡ് ബുക്കാണോ അതോ? റെക്കോർഡ് ബുക്ക് അല്ല, റെക്കോർഡ് ബുക്ക് അല്ല. റെക്കോർഡ് ബുക്ക് ഒക്കെ വരും നിങ്ങൾക്ക്. സാധാരണ കോളേജ് ബുക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ ബുക്ക് ആയാലും മതി. നമുക്ക് ഓരോ ടീച്ചേഴ്സിന് ഓരോ ബുക്കാണ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓരോ ടീച്ചേഴ്സിനും ഒരു 200 പേജസിന്റെ ചെറിയൊരു ബുക്ക് ഉണ്ടല്ലോ, നോട്ട് ബുക്ക്, അത് എടുത്താൽ മതി. അല്ല വലിയ ബുക്കാണ് നിങ്ങൾക്ക് എഴുതി പരിചയമെങ്കിൽ കോളേജ് ബുക്ക് ഒരു 4
വലുതാണെങ്കിൽ നല്ലതായിരിക്കും. 4 വേണമെന്നില്ല, 2 2 സൈഡ്സ് ആയിട്ട് എഴുതാണെങ്കിൽ നിങ്ങൾക്ക് ലെക്ചർ നോട്ട് എഴുതി പോകാം. ഇതേപോലെ സെമിനാർസ് കണ്ടക്ട് ചെയ്യുമ്പോൾ സെമിനാർസിന്റെ റിപ്പോർട്ടും കാര്യങ്ങളും എഴുതാം. അസൈൻമെന്റ് ടീച്ചേഴ്സ് തരാറുണ്ടോ? ഉണ്ട്. അസൈൻമെന്റിന് സെപ്പറേറ്റ് ഒരു അസൈൻമെന്റ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈവൻ കോളേജ് ബുക്ക് ആയാലും കുഴപ്പമില്ല. കോളേജ് ബുക്കിനേക്കാളും കുറച്ചുകൂടി വലിയൊരു ബുക്കില്ലേ, കണ്ടിട്ടുണ്ടോ നിങ്ങളത്? ഉണ്ടായിരുന്നു. അതായാലും കുഴപ്പമില്ല കേട്ടോ അസൈൻമെന്റ് എഴുതാനായിട്ട്. നമ്മുടെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന നോട്ട്ബുക്ക്, കോളേജ് ബുക്ക് അതിനകത്താണോ പിന്നെ ഈ സെമിനാർ എഴുതണ്ടേ? സെമിനാർ അതിൽ എഴുതിയാൽ മതി. ഇപ്പൊ എനിക്ക് വേണ്ടിയിട്ട് നോട്ട്ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്റെ ക്ലാസ് എടുക്കുന്ന നോട്ട് എവിടെയാണ് എഴുതുന്നത് അവിടെ നിങ്ങൾ സെമിനാർ എഴുതിയാൽ മതി. അസൈൻമെന്റ് സെപ്പറേറ്റ് ബുക്കിൽ എഴുതുന്നത് നല്ലതായിരിക്കും. അസൈൻമെന്റിന് വേണ്ടിയിട്ട് ഒരു A4-നേക്കാളും കുറച്ചുകൂടി വലിയൊരു ബുക്ക് ഉണ്ടല്ലോ, കോളേജ് ബുക്ക്, അത് വാങ്ങിച്ച് അതിൽ അസൈൻമെന്റ് എഴുതുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഒരുമിച്ച് നമുക്ക് A4-ൽ എഴുതിയ കഴിഞ്ഞാൽ A4-ൽ എഴുതുന്ന കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, നഷ്ടപ്പെട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ലാസ്റ്റ് നിങ്ങൾ വൈവയുടെ സമയത്ത് ഈ അസൈൻമെന്റ്സ് ചിലപ്പോ ലാസ്റ്റ് നഷ്ടപ്പെട്ടു പോകും. ആദ്യം ചെയ്ത അസൈൻമെന്റ് ഒക്കെ നിങ്ങളുടെ മിസ്സായി പോകും. സോ നോട്ട്ബുക്കിലാണെങ്കിൽ പെട്ടെന്ന് നോട്ട്ബുക്ക് മിസ്സാവില്ല. എല്ലാപ്പോഴും അസൈൻമെന്റ് എഴുതാൻ വേണ്ടി നിങ്ങൾ ഈ ബുക്കുകൾ കൂടുതൽ യൂസ് ചെയ്യില്ലേ, അപ്പൊ അത് മിസ്സായി പോകുന്ന ചാൻസ് കുറവായിരിക്കും. ഓക്കെ, 4 ബുക്ക് യൂസ് ചെയ്യാം അല്ലെ? 4 സബ്ജക്റ്റിനും 4 ബുക്ക് അസൈൻ ചെയ്യുന്നു, സെപ്പറേറ്റ് യൂസ് ഇംഗ്ലീഷിന് ചെയ്യാം. നിങ്ങൾക്ക് സെപ്പറേറ്റ്, പിന്നെ ടീച്ചേഴ്സിന്റെ ബുക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ലതായിരിക്കും. ചെറിയ ബുക്കായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, ദെൻ നാളെ നെക്സ്റ്റ് ക്ലാസ് മുതൽ സൈൻ ഇൻ സൈൻ ഔട്ട് തോട്ട് ഓഫ് ദ ഡേ, പിന്നെ പ്രയർ കമ്പൽസറി ചെയ്തോളൂല്ലോ അല്ലെ, നല്ല കുട്ടികളായിട്ട്. അങ്ങനെയാണെന്ന് വിചാരിക്കുമ്പോൾ ഞാൻ നെക്സ്റ്റ് ക്ലാസ് കയറാൻ ടീച്ചറോട് ചോദിക്കും കുട്ടികളെ സൈനിങ് ഒക്കെ ചെയ്തോ, നല്ല രീതിയിൽ ചെയ്തോന്ന്. ഓക്കെ ടീച്ചർ, എല്ലാവരും അസൈൻമെന്റ് എഴുതണോ? സെമിനാർ എഴുതണ്ടടാ. സെമിനാറിൽ ഇപ്പൊ ഇവര് ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായ പോയിന്റ്സ് ഉണ്ടല്ലോ, ലെക്ചർ നോട്ട് പോലെ എഴുതിയെടുത്താൽ മതി. സെമിനാർ പ്രിപ്പയർ ചെയ്യുന്നവർ മാത്രം, അവർക്ക് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിട്ടേ, അത് നോക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. സൈൻ ഔട്ട് ആരെങ്കിലും പറയുന്നുണ്ടോ? ഫസ്റ്റ് ചാപ്റ്ററിന് മോക്ക് ടെസ്റ്റ് ഉണ്ടോ? കേട്ടോ, ഇന്ന് ഈവനിങ് ഇട്ടേക്കാവേ. നിങ്ങൾ ഏതെങ്കിലും മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തോ? ഇല്ല മാം, ഇതുവരെ കിട്ടിയില്ല. ഓക്കെ, അപ്പൊ എനിക്ക് മോക്ക് ടെസ്റ്റ് ഫസ്റ്റ് വരുന്നത്. എന്തെങ്കിലും ഡൗട്ട്സോ മിസ്റ്റേക്കോ തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണോട്. കാരണം ടൈപ്പ് ചെയ്തിട്ട് ഞാൻ എഴുതിയാ കൊടുക്കുന്നത്, അത് അവർ ടൈപ്പ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. സോ എന്തെങ്കിലും മിസ്റ്റേക്ക്, ബൈ ചാൻസ് എന്തെങ്കിലും മിസ്റ്റേക്കോ ഏതെങ്കിലും ക്വസ്റ്റ്യനിലെ ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പറയണോട്ടെ എൻ്റെ അടുത്ത് തന്നെ. ഇന്ന് വൈകുന്നേരമാണോ മാം ഉണ്ടാവുക മോക്ക് ടെസ്റ്റ്? എനിക്ക് തോന്നുന്നു ഇന്നത്തെ മോക്ക് ടെസ്റ്റ് നാളെ കൊടുക്കാന്ന് തോന്നുന്നുണ്ട് അല്ലെ? അങ്ങനെ നമുക്ക് വന്നിട്ടില്ല അല്ലെ? നാളെ ആയിരിക്കും ചിലപ്പോൾ തരുന്നത് കേട്ടോ. ടൈം ടേബിൾ ഒന്ന് അപ്ലോഡ് ചെയ്യണേ. അതും പറഞ്ഞേക്കാട്ടോ. ഞാൻ മോക്ക് ടെസ്റ്റിന് ഒന്ന് കൊടുത്തേക്കട്ടെ. അപ്പൊ താങ്ക് യു ഓൾ. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.